കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തെറ്റിക്കമ്പ് എങ്ങനെ നട്ടാൽ പെട്ടെന്ന് കിളിക്കും, എങ്ങനെ നട്ടാൽ പെട്ടെന്ന് പൂവിടുമെന്ന് നോക്കിയാലോ. ഇത് 3 വീക്കായ തെറ്റിക്കമ്പാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്ക് പോലും വിശ്വസിക്കാനായിട്ടില്ല. പെട്ടെന്ന് 3 കൊല മൊട്ട് വന്നേ. അപ്പോൾ വളരെ സന്തോഷം. അപ്പം ഇതെങ്ങനെയാണ് നട്ടതെന്നൊക്കെ പറയാവേ. പിന്നെ തെറ്റിക്കമ്പ് സെലക്ട് ചെയ്യുന്നതിലും കാര്യമുണ്ട്. കാരണം ഈ രണ്ട് കമ്പും ഒരു സമയത്ത് ഒരു ദിവസം തന്നെ നട്ടുകൊടുത്തേ. പക്ഷെ ഒരെണ്ണത്തിൽ പെട്ടെന്ന് പൂ വന്നു, മറ്റേത് ഇപ്പോഴും കിളിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തെറ്റിക്കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതെങ്ങനെയാണ് നട്ടു കൊടുത്തതെന്ന് പറയാവേ. ഒരു അരിസഞ്ചിയാണ് എടുത്തത്. അത് നിറയെ കരിയില ഇട്ട് കൊടുത്തു. നിറയെ കരിയില ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് പൊടിയുമ്പോൾ അത് പൊടിഞ്ഞ് മണ്ണിനോട് ചേർന്ന് വളമാവും. രണ്ടാമത്തെ കാര്യം, നമുക്ക് അത്രയും മണ്ണ് കുറച്ചിട്ടാൽ മതി, സ്പേസ് ലാഭിക്കാം. ഇനിയും അതിന് മുകളിലേക്ക്, കരിയില നിറച്ചതിൻ്റെ മുകളിലേക്ക് മണ്ണ് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. മണ്ണും മണലും അതുപോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഫുൾ നിറച്ച് വെച്ചിരിക്കുന്ന കരിയിലയുടെ മണ്ടയിലോട്ട് മണ്ണ്, മണൽ, ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നനച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നട്ട് കൊടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ തെറ്റി നട്ട് കൊടുത്തത്. അപ്പം നിങ്ങളിതുപോലൊന്ന് നട്ട് നോക്ക്. നിങ്ങളുടെ തെറ്റിയും പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ.